സ്റ്റെഫിൻ, ഒന്നാം സമ്മാനം ആ നമ്പർ ആരാണ്, എത്രയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പാലക്കാട് നിന്നും വിറ്റുപോയ ലോട്ടറി ടിക്കറ്റ് ആണ്. അത് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങലുള്ള ഏജന്റിന്റെ കയ്യിലാണ്. നമ്മുടെ അടുത്തുണ്ടോ ഭാഗ്യവാൻ? നമ്മുടെ തൊട്ടടുത്ത് ഒരു പക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഭാഗ്യം എവിടെയൊക്കെ സഞ്ചരിച്ച് എവിടെ എത്തി എന്ന് നോക്കൂ. കാരണം പാലക്കാട് വിറ്റ ടിക്കറ്റാണ്, പാലക്കാട് ഏജന്റാണ്, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത് വിറ്റ ടിക്കറ്റാണ് ഇത്തരത്തിൽ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. അത് ഇതുവരെ ഈ കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ഓണം ബമ്പറിന്റെ 25 കോടി സമ്മാന തുകയാക്കിയതിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു നറുക്കെടുപ്പ് നമ്മൾ കണ്ടിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയും. ഏതായാലും ആറ്റിങ്ങൽ ഭഗവതി ടിക്കറ്റിന് ഏജന്റിനാണ് ഇത് വിറ്റിരിക്കുന്നത്. ഏതായാലും ഇനി കൂടുതൽ വിവരങ്ങൾ ഇനി ഏതായാലും പുറത്തു വരേണ്ടതുണ്ട്. ഈ ഏജന്റ് ആരാണ്, എവിടെയാണ് സ്ഥിരമായി കച്ചവടം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയണം. ആറ്റിങ്ങൽ ഭാഗത്ത് ഒരു പക്ഷേ ടിക്കറ്റ് എടുത്ത ആൾ അവിടെ ഉണ്ടാകാൻ ഉള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കാരണം ആറ്റിങ്ങൽ ഭാഗത്താണ് ഇപ്പോൾ ഈ ഏജന്റ് സാധാരണ കച്ചവടം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രാദേശികമായി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ ഏതായാലും കഴിയുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഏതായാലും ഇനി വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. കയ്യിലെ ലോട്ടറി ടിക്കറ്റ് സൂക്ഷിച്ചൊന്ന് നോക്കിയായിരുന്നോ സ്റ്റെഫിനെ? എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഏതായാലും ഞാൻ ഇപ്രാവശ്യത്തെ ഓണം ബമ്പർ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷയൊന്നും തന്നെ എനിക്കില്ല. ഇവിടെ ഇങ്ങനെ ലോട്ടറി നറുക്കെടുപ്പിന് വന്നപ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോരുത്തരും ആകാംക്ഷയോടുകൂടിയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഏതായാലും റിലാക്സ് ചെയ്ത് ഇരുന്ന് മുന്നോട്ട് പോകാമെന്ന് കരുതി. കാരണം എടുത്തിട്ടില്ല എന്ന് പറയുന്നത് സത്യം തന്നെയല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇനി ഏതായാലും എടുത്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഏതായാലും ആറ്റിങ്ങൽ ഭാഗത്താണ് അടിച്ചിരിക്കുന്നത്. ഏതായാലും സംശയിക്കണമെങ്കിൽ പൂജയെ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മുടെ ഓഫീസിൽ ഒരുപാട് പേര് ഇന്നും ലോട്ടറി എടുക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. ഇനി ഈ തങ്കരാജ് തിരുവനന്തപുരത്തെങ്ങാനും വന്ന് കച്ചവടം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. ഇനി ഏതായാലും ഏജന്റിനെ കണ്ടെത്തണം, ആർക്കാണ് ടിക്കറ്റ് വിറ്റതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ആദ്യം ഒരു നമ്പർ നറുക്കെടുത്തിരുന്നു. മന്ത്രി കെ എൻ ബാലഗോപാലാണ് ആദ്യം ഒരു നമ്പർ ബസറമർത്തി നറുക്കെടുത്തത്. പക്ഷെ അത് അസാധുവായി പോയി. കാരണം ആ ടിക്കറ്റ് അച്ചടിച്ചിട്ടില്ലായിരുന്നു. അതിന് പിന്നാലെ രണ്ടാമത് ആണ് ഇത്തരത്തിൽ ഈ ഭാഗ്യശാലിയുടെ ഈ നമ്പറിനെ കണ്ടെത്തിയത്. അത് പിന്നാലെയാണ് ലോട്ടറി വകുപ്പ് അറിയിച്ചത്. ഇത് പാലക്കാട് വിറ്റ ടിക്കറ്റാണ് എന്നുള്ളത് അറിയിച്ചിരുന്നു. പാലക്കാട് നമ്മൾ കഴിഞ്ഞ വർഷവും കണ്ടതുപോലെ തന്നെ ഇനി അല്ലെങ്കിൽ അതിനു മുൻപ് കണ്ടതുപോലെ പാലക്കാട് ടിക്കറ്റ് വീണ്ടും ഭാഗ്യം പാലക്കാട് കൊണ്ടുപോയോ എന്നൊരു ആകാംക്ഷയിൽ പലരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ആ അനൗൺസ്മെന്റ് എത്തിയത്. പാലക്കാട് ഏജന്റാണ്, പക്ഷെ അത് തിരുവനന്തപുരത്താണ് ആ ടിക്കറ്റ് വിറ്റത്. അപ്പോൾ ഏതായാലും ഭാഗ്യശാലി ഒരുപക്ഷെ ഇവിടെ തന്നെ കാണും, തിരുവനന്തപുരത്ത് നമുക്കിടയിൽ തന്നെ കാണും. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ അത് ആരാണെന്നും അറിയാം.